നമസ്കാരം. അമൃതഭാരതത്തിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സഹസ്രകോടിയുടെ വികസന പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ 2022 തുടക്കത്തിൽ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസന കുതിപ്പിനാണ് രാജ്യം വഴിയൊരുക്കുന്നത്. മണിപ്പൂർ, ത്രിപുര സംസ്ഥാനങ്ങൾക്കായി പ്രഖ്യാപിച്ച കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കി തുടങ്ങി. ഇരു സംസ്ഥാനങ്ങൾക്കും കരുത്താകുന്ന നിരവധി പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി കഴിഞ്ഞയാഴ്ച തുടക്കം കുറിച്ചത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ചും നഗരങ്ങളുടെ പുനരുജ്ജീവനത്തിനും പരിവർത്തനത്തിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ, പ്രധാനമന്ത്രിയുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് രാജ്യം പോയ ദിവസങ്ങളിൽ കണ്ടത്. 4800 കോടിയിലധികം രൂപയുടെ 22 വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് പ്രധാനമന്ത്രി ഇംഫാലിൽ നിർവഹിച്ചത്. അഗർത്തലയിൽ മഹാരാജ ബീർ ബിക്രം വിമാനത്താവളത്തിലെ പുതിയ സംയോജിത ടെർമിനൽ കെട്ടിടം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കൂടാതെ 2 പ്രധാന വികസന സംരംഭങ്ങളും ആരംഭിച്ചു. इम्फाल रेल लाइन के जरिए मणिपुर भी अब देश के रेल नेटवर्क से जुड़ने जा रहा है. इम्फाल मौर्य हाईवे यानी एशियन हाईवे, ये हाईवे 1 का काम भी तेजी से चल रहा है. ये हाईवे साउथ ईस्ट एशिया से भारत की कनेक्टिविटी को मजबूत करेगा. इंटीग्रेटेड कार्गो टर्मिनल के जरिए मणिपुर भी व्यापार और एक्सपोर्ट का एक बड़ा केंद्र बनेगा. आत्मनिर्भर भारत को गति देगा. മണിപ്പൂരിൽ ഏകദേശം 1850 കോടി രൂപയുടെ 13 പദ്ധതികളുടെ ഉദ്ഘാടനവും 2950 കോടി രൂപയ്ക്കുള്ള 9 പദ്ധതികളുടെ തറക്കല്ലിടലും നിർവഹിച്ചു. റോഡ് അടിസ്ഥാന സൌകര്യം, കുടിവെള്ള വിതരണം, ആരോഗ്യം, നഗരവികസനം, പാർപ്പിടം, വിവര സാങ്കേതിക വിദ്യ, നൈപുണ്യ വികസനം, കല, സംസ്കാരം തുടങ്ങിയ വിവിധ മേഖലകളുമായി ഈ പദ്ധതികൾ ബന്ധപ്പെട്ടിരിക്കുന്നു. കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള രാജ്യവ്യാപക പദ്ധതികൾക്ക് അനുസൃതമായി 1700 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 5 ദേശീയപാത പദ്ധതികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 110 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഈ ഹൈവേകളുടെ നിർമ്മാണം ഈ മേഖലയുടെ റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായിരിക്കും. 75 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച NH-37-ൽ ബറാക് നദിക്ക് മുകളിൽ നിർമ്മിച്ച സ്റ്റീൽ പാലത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 1100 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 2387 മൊബൈൽ ടവറുകൾ പ്രധാനമന്ത്രി മണിപ്പൂരിലെ ജനങ്ങൾക്ക് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ കുടിവെള്ള വിതരണ പദ്ധതികളുടെ ഉദ്ഘാടനത്തോടെ എല്ലാ വീട്ടിലും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമത്തിന് ഊർജ്ജം ലഭിക്കും. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ ഏകദേശം 100 കോടി രൂപ വിലമതിക്കുന്ന അത്യാധുനിക ക്യാൻസർ ഹോസ്പിറ്റലിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി ഇംഫാലിൽ നിർവഹിച്ചു. കൂടാതെ സംസ്ഥാനത്ത് കോവിഡുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി DRDOയുമായി സഹകരിച്ച് ഏകദേശം 37 കോടി രൂപ ചെലവിൽ കിയാംഗയിൽ സ്ഥാപിച്ച 200 കിടക്കകളുള്ള കോവിഡ് ആശുപത്രി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇംഫാൽ സ്മാർട്ട് സിറ്റി മിഷന് കീഴിൽ 1ലധികം പദ്ധതികൾ പൂർത്തീകരിക്കുന്നതാണ് മറ്റു പദ്ധതികൾ. ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, ഇംഫാൽ നദിയിലെ വെസ്റ്റേൺ റിവർ ഫ്രണ്ട് വികസനം തുടങ്ങി 170 കോടിയിലധികം രൂപ ചെലവിൽ വികസിപ്പിച്ച ദൌത്യത്തിന്റെ 3 പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 200 കോടി രൂപ ചെലവിൽ സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന സെന്റർ ഫോർ ഇൻവെൻഷൻ, ഇന്നൊവേഷൻ, ഇക്യുബേഷൻ ആൻഡ് ട്രെയിനിംഗിന്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. ഈ പദ്ധതി സംസ്ഥാനത്തെ ഏറ്റവും വലിയ PPP സംരംഭമാണ്. കൂടാതെ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയ്ക്ക് ഉത്തേജനം നൽകും. ത്രിപുരയിൽ മഹാരാജ ബീർ ബിക്രം വിമാനത്താവളത്തിന്റെ പുതിയ ഇന്റഗ്രേറ്റഡ് ടെർമിനൽ ബിൽഡിംഗ്, ത്രിപുര ഗ്രാമസമൃദ്ധി യോജന, വിദ്യാജ്യോതി സ്കൂളുകളുടെ മിഷൻ 100 പദ്ധതി എന്നിവയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 450 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മഹാരാജ ബീർ ബിക്രം വിമാനത്താവളത്തിന്റെ പുതിയ ഇന്റഗ്രേറ്റഡ് ടെർമിനൽ ബിൽഡിംഗ് 30,000 ചതുരശ്ര മീറ്ററിൽ അത്യാധുനിക സൌകര്യങ്ങളുള്ളതും അത്യാധുനിക IT നെറ്റ്വർക്ക് സംയോജിത സംവിധാനത്തിന്റെ പിന്തുണയുള്ളതുമായ
അത്യാധുനിക കെട്ടിടമാണ്. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമത്തിനനുസൃതമായാണ് പുതിയ ടെർമിനൽ കെട്ടിടത്തിന്റെ വികസനം. महाराजा वीर विक्रम एयरपोर्ट की नवनिर्मित बिल्डिंग और दूसरी सुविधाओं को देखने गया था। त्रिपुरा की संस्कृति, यहाँ की विरासत, यहाँ का आर्किटेक्चर एयरपोर्ट पर उतरने वाले हर यात्री को अब सबसे पहले नजर आएगा। त्रिपुरा की प्राकृतिक सुंदरता हो, उनाकोटी हिल्स के जनजातीय साथियों की कला हो, पत्थर की मूर्तियां हो, ऐसा लगता है कि एयरपोर्ट पर पूरा त्रिपुरा सिमट आया है. നിലവിലുള്ള 100 ഹൈസ്കൂളുകളെയും ഹയർ സെക്കൻഡറി സ്കൂളുകളെയും അത്യാധുനിക സൗകര്യങ്ങളോടും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തോടും കൂടി വിദ്യാജ്യോതി സ്കൂളുകളാക്കി മാറ്റുന്നതിലൂടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുകയാണ് വിദ്യാജ്യോതി സ്കൂളുകളുടെ പദ്ധതി മിഷൻ 100 ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി ത്രിപുര ഗ്രാമസമൃദ്ധി യോജന ഗ്രാമതലത്തിൽ പ്രധാന വികസന മേഖലകളിലെ സേവന വിതരണത്തിനുള്ള മാനദണ്ഡങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിടുന്നു. അങ്ങനെ മണിപ്പൂരിലും ത്രിപുരയിലും വികസനത്തിന്റെ പുതുവഴികളാണ് കേന്ദ്രം തുറന്നിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും സാമൂഹിക വികസനത്തിന്റെയും ചാലകശക്തികളാണ് നൈപുണ്യവും അറിവും. നൈപുണ്യ വികസന പദ്ധതികളുടെ കേന്ദ്രബിന്ദു പ്രാഥമികമായും യുവാക്കളാണ്. ഈ ദിശയിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തു പകരുന്ന കേന്ദ്ര പദ്ധതികളിൽപ്പെട്ട ഒന്നാണ് ജൻശിക്ഷ സംസ്ഥാനുകൾ. കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ സംരംഭകത്വ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാൻ ചരിത്രം കുറിക്കുകയാണ്. 10,000-കണക്കിന് പേരാണ് രാജ്യത്ത് JSSലൂടെ തൊഴിൽ നൈപുണ്യം നേടി ജീവിത വിജയം ആർജിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും നിരവധി പേർക്ക് പരിശീലനം നൽകി ഇതിനോടകം ജോലി ലഭ്യമാക്കി കഴിഞ്ഞു. ഉൽപാദനപരമായ പ്രായപരിധിയിലുള്ള വളരെ വലിയൊരു ജനസംഖ്യ ഇന്ത്യയിലുണ്ട്. യുവാക്കൾ ആരോഗ്യവാന്മാരും വിദ്യാസമ്പന്നരും നൈപുണ്യമുള്ളവരുമായാലേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് അതിന്റെ പ്രയോജനങ്ങൾ ഒഴുകിയെത്തൂ. യുവാക്കളുടെ വളരെ വലിയൊരു നിരയുമായി സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ ഒരു കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ. 25 വയസ്സിന് താഴെയുള്ള 605 ദശലക്ഷം ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ജൻശിക്ഷൻ സംസ്ഥാൻ പദ്ധതിയുടെ ലക്ഷ്യം ജോലി ലഭ്യതയ്ക്കുവേണ്ടി യുവതയ്ക്ക് ട്രെയിനിംഗ് നൽകുക, അതിനോടൊപ്പം നിലവിലുള്ള തൊഴിലാളികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ്. നൈപുണ്യ വികസനത്തിലൂടെ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നതിനും ജീവിതം സുരക്ഷിതമാക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ വലയുന്ന യുവജനങ്ങൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പരിശീലനമാണ് നൽകുക. ജില്ലയുടെ ഗ്രാമ നഗര പ്രദേശങ്ങളിൽ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ വെച്ചാണ് പരിശീലനം. തയ്യൽ, എംബ്രോയിഡറി, AC മെക്കാനിക്, 2-വീലർ മെക്കാനിക്, വനിതകൾക്ക് ഡ്രൈവിംഗ്, ഭക്ഷ്യ സംസ്കരണം തുടങ്ങി 15 ട്രേഡുകളിലായി 90 ബാച്ചുകളായാണ് പരിശീലനം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പൂർണ്ണമായും സൗജന്യവും മറ്റുള്ളവർക്ക് 100 രൂപയുമാണ് ഫീസ്. 3 മുതൽ 6 മാസം വരെയാണ് കോഴ്സുകളുടെ കാലാവധി. പരിശീലനം പൂർത്തീകരിക്കുന്നവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകളും നൽകും. സംസ്ഥാനത്ത് കോവിഡ് പ്രതിസന്ധിക്കിടയിലും പല ജില്ലകളിലും പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി. എറണാകുളത്ത് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ജൻശിക്ഷ അഭിയാനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൻശിക്ഷൻ സംസ്ഥാന്റെ പ്രവർത്തനം പരിധി ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ വിവിധ സ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ അവരുടെ ഡോർ സ്റ്റെപ്പിൽ കേറ്റർ ചെയ്യുന്നൊരു സ്കീമാണ് ജൻശിക്ഷൻ സംസ്ഥാൻ. ഇതാണ് ഇതിനെ മറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീംസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും സ്കില്ല് അക്വയർ ചെയ്യാനുള്ള അവസരമുണ്ട്. 15 വയസ്സ് മുതൽ മേലോട്ടുള്ള ആർക്കും ജൻശിക്ഷൻ സംസ്ഥാൻ്റെ ഗുണഭോക്താക്കളാകാവുന്നതാണ്. ഒരു അക്കാഡമിക്കായിട്ട് നമുക്ക് ഒരു തൊഴിൽ കണ്ടെത്താൻ കഴിയാതെ പോയവരെ വീണ്ടും സർക്കാരിൻ്റെ വിവിധ സ്കീമുകളായിട്ട് കേറ്റർ ചെയ്യുകയാണ്. അപ്പോൾ എഡ്യൂക്കേഷണലി ആൻഡ് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്ക് പ്രത്യേക ഊന്നൽ കൊടുക്കുകയാണ്. കാരണം അവർക്ക് മറ്റ് സംവിധാനങ്ങളെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് വീണ്ടും അവസരം നൽകുകയാണ്. ആ അവസരം ഉപയോഗിച്ച് അവർക്ക് തൊഴിലോ സ്വയം തൊഴിലോ അല്ലെങ്കിൽ ജോലിയോ കണ്ടെത്താനുള്ള ഒരു മാർഗം വീണ്ടും ഗവൺമെൻറ് തുറന്നു കൊടുക്കുകയാണ് ഈ സ്കീമിലൂടെ. എറണാകുളം ജില്ലയിലെ പരിശീലനം നിരവധി പേരുടെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു.
ആരിഥ ബൈജു എന്ന വീട്ടമ്മയുടെ വിജയഗാഥ ഒരു ഉദാഹരണം മാത്രം. നൈപുണ്യ പരിശീലനത്തിന് ശേഷം സാധാരണ സങ്കല്പങ്ങളിൽ നിന്നു മാറി പെയിന്റിംഗ് സാധ്യത കൂടി പ്രയോജനപ്പെടുത്തി കേക്ക് നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞ ആരുധയുടെയും കുടുംബത്തിന്റെയും ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുത്താനായി. ലെക്കർ കേക്സ് എന്ന പുതിയ സംരംഭം വൻ വിജയമായതിന് JSSന് നന്ദി പറയുകയാണ് ഈ വീട്ടമ്മയും കുടുംബവും. പക്ഷെ പലരും അതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല. ഞാനും വാല്യൂ മനസ്സിലാക്കാതെ അവിടെ പോയതാണ്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ് എനിക്ക് അത്രയ്ക്ക് പറയാൻ പറ്റില്ല, അത്രയും എൻ്റെ ലൈഫിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും 20,000-ൽ കൂടുതലും ലഭിക്കാറുണ്ട്. കൂടാതെ സീസൺ ആകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്രിസ്മസ് സീസണൊക്കെ ആണെങ്കിൽ എബോവ് 50,000 നമ്മൾക്ക് ലഭിക്കാറുണ്ട്. രാജ്യത്ത് ജൻശിക്ഷൻ സംസ്ഥാനങ്ങളുടെ എണ്ണം അടുത്ത 3 വർഷത്തിനുള്ളിൽ നിലവിലുള്ള 300-ൽ നിന്ന് 600-ആയി ഉയർത്തുമെന്ന് കേന്ദ്ര നൈപുണ്യശേഷി വികസന സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2 കോടിയിലധികം പേർക്കാണ് നൈപുണ്യ പരിശീലനം ഇതുവരെ നൽകാനായത്. ഇതിലൂടെ 61%-ലധികം പേർ ജോലി നേടുകയോ സംരംഭകരാവുകയോ ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. JSSനെ ഞങ്ങൾക്ക് we want to double it. It is a very effective way of training women and empowering women. അത് ഏത് വയസ്സായാലും women can go learn multiple trades there. 9-10 ട്രേഡ് ഉണ്ട്. അവർക്കൊരു സെൽഫ് എംപവർമെൻറ്റിൻ്റെ ഒരു വലിയ ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അത് ഞങ്ങൾ ഡബിൾ ചെയ്യാൻ പോവുക. കേരളയിൽ ഇപ്പോൾ ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു JSS ഉണ്ട്. അതിന് ഡബിൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻജിനീയറിംഗ് കോളേജും സ്കൂളിലും ബിക്കോസ് ഓഫ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഈ വൊക്കേഷണൽ ട്രെയിനിങ് സ്കിൽ ഹബ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ പോകുന്നു. അപ്പോൾ കുട്ടികൾക്ക് തന്നെ 6th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ദേ വിൽ ഗെറ്റ് എക്സ്പോസ് ടു വൊക്കേഷണൽ സ്കിൽസ്. മിക്കയിടത്തും 80% സീറ്റുകളും വനിതകൾക്കായി നീക്കിവച്ചിരിക്കുന്നു. ആദിവാസി കോളനികളിൽ സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ പട്ടികവർഗ വികസന പദ്ധതിയുമായി ജൻശിക്ഷൻ സംസ്ഥാനത്ത് പലയിടത്തും സജീവമായി കഴിഞ്ഞു. ഓരോ കുടുംബത്തിന്റെയും പ്രശ്നങ്ങളും പരിഹാരങ്ങളും കോളനി നിവാസികളെ ഉപയോഗിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്യും. ഇതിലൂടെ സ്വന്തമായി ഭൂമിയുള്ള പട്ടികവർഗ കുടുംബങ്ങൾക്ക് 4 വർഷം കൊണ്ട് നാണ്യവിള കൃഷി ചെയ്യാൻ സഹായം നൽകും. ഭൂമി കുറവുള്ളവർക്ക് ആട്, പശു, കോഴി തുടങ്ങിയവ വളർത്തി വരുമാനം കണ്ടെത്താൻ അവസരമൊരുക്കും. മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണം, മത്സ്യം വളർത്തൽ, ട്രൈബൽ ടൂറിസം, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ വികസനം തുടങ്ങിയ പദ്ധതികളും വിഭാവനം ചെയ്യുന്നുണ്ട്. ഏതായാലും ഗ്രാമീണ മേഖലയിൽ യുവതികൾക്കിടയിൽ തൊഴിൽ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ പരിശീലനത്തിലൂടെ സാധിക്കുന്നുണ്ട്. നൈപുണ്യ വികസനത്തിലൂന്നി നിന്ന് മാനവിക മൂലധനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം പദ്ധതികൾ സ്വാശ്രയ ഭാരത സൃഷ്ടിക്കുള്ള കരുത്തുറ്റ കാൽവയ്പുകളായി മാറുമെന്നതിൽ സംശയമേയില്ല. രാജ്യത്തെ ചെറുകിട കർഷകരെ ചേർത്തുപിടിച്ച് പുതുവർഷത്തിലും കൈത്താങ്ങ് നൽകുകയാണ് സർക്കാർ. ചെറുകിട കർഷകരുടെ വർദ്ധിച്ചുവരുന്ന സാധ്യതകൾ സാക്ഷാത്കരിക്കാൻ കർഷക ഉൽപ്പാദക സംഘങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. കർഷക ഉൽപ്പാദക കമ്പനികൾക്കായി കേന്ദ്ര സർക്കാർ നൽകിയ 14 കോടിയിലധികം രൂപയുടെ ഓഹരി വിഹിതം ആനുകൂല്യം കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുകയാണ്. ഏകദേശം 351 FPOകൾക്കാണ്, അതായത് 1.24 ലക്ഷത്തിലധികം കർഷകർക്ക് ഇത് പ്രയോജനം ചെയ്യും. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകർക്കായി നടപ്പിലാക്കുന്ന 10,000 കർഷക ഉൽപ്പാദക കമ്പനികൾ എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ഓഹരി വിഹിതത്തിന്റെ വിതരണോദ്ഘാടനത്തിൽ തലസ്ഥാന ജില്ലയിലെ കർഷക കമ്പനികൾക്കും ആനുകൂല്യം ലഭിച്ചു. രാജ്യത്തെ കർഷകരെ സംഘടിപ്പിക്കുന്നതിൽ നമ്മളുടെ FPOകൾക്ക് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. आज देश के करोड़ों किसान परिवारों को, विशेषकर छोटे किसानों को प्रधानमंत्री किसान सम्मान निधि की 10वीं किस्त मिली है. किसानों के बैंक खातों में 20,000 करोड़ रुपए ट्रांसफर किए गए हैं. आज हमारे किसान उत्पाद संघ, फार्मर्स प्रोड्यूस ऑर्गेनाइजेशंस, इससे जुड़े किसानों को आर्थिक सहायता भी भेजी गई है. सैकड़ों FPOs आज नई शुरुआत भी कर रहे हैं. ഒറ്റപ്പെട്ടിരുന്ന ചെറുകിട കർഷകർക്ക് ഇപ്പോൾ FPOയുടെ രൂപത്തിൽ 5 വലിയ ശക്തികളാണ് കൈവന്നിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. ആദ്യത്തേത് വിലപേശാനുള്ള ശക്തിയാണ്. ഒറ്റയ്ക്ക് കൃഷി ചെയ്യുമ്പോൾ കർഷകർ വിത്ത് മുതൽ വളം വരെ ചില്ലറ വിൽപ്പനയിൽ വാങ്ങുന്നു. എന്നാൽ മൊത്തക്കച്ചവടക്കാർക്ക് അവർ വിൽക്കുന്നത് മൊത്ത വിലയിൽ. ഇത് ഉയർന്ന ചെലവുകൾക്കും കുറഞ്ഞ ലാഭത്തിനും കാരണമാകുന്നു. എന്നാൽ FPOകളിലൂടെ കർഷകർ കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ മൊത്തവിലയ്ക്ക് വാങ്ങുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ ചില്ലറ വിൽപ്പന നടത്തുകയും ചെയ്യും.
FPOകളിൽ നിന്ന് കർഷകർക്ക് ലഭിച്ച മറ്റൊരു ശക്തി വലിയ തോതിലുള്ള വ്യാപാര വാണിജ്യ സാധ്യതകളാണ്. മൂന്നാമത്തെ ശക്തി നവീകരണമാണ്. പല കർഷകരും ഒന്നിക്കുമ്പോൾ അവർക്ക് അവരുടെ കൂട്ടായ അനുഭവങ്ങളുമുണ്ട്. ലഭിക്കുന്ന വിവരങ്ങൾ മെച്ചപ്പെടുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് പുതിയ വഴി തുറക്കുന്നു. FPOയ്ക്ക് നാലാമത്തെ ശക്തിയുണ്ട്. അതാണ് റിസ്ക് മാനേജ്മെന്റ്. അഞ്ചാമത്തെ ശക്തി എന്നത് വിപണി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവാണ്. വിപണിയും വിപണി ആവശ്യകതകളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ FPOയിൽ കർഷകർ മാർക്കറ്റ് റെഡി മാത്രമല്ല, വിപണിയിൽ പുതിയ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് സൃഷ്ടിക്കാനുള്ള ശക്തിയുമുണ്ട് എന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. FPOകളുടെ ശക്തി മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ എല്ലാ തലത്തിലും അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. FPOകൾക്ക് 15 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്നു. തത്ഫലമായി ഓർഗാനിക് FPO ക്ലസ്റ്ററുകൾ, ഓയിൽ സീഡ് ക്ലസ്റ്ററുകൾ, ബാംബോ ക്ലസ്റ്ററുകൾ, ഹണി FPO ക്ലസ്റ്ററുകൾ എന്നിവ ഇന്ന് രാജ്യത്ത് അതിവേഗം വളരുകയാണ്. ഇന്ന് നമ്മുടെ കർഷകർ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പോലുള്ള പദ്ധതികൾ പ്രയോജനപ്പെടുത്തുന്നു. അതിന്റെ ഫലമായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള വലിയ വിപണികൾ അവർക്കായി തുറക്കുകയും ചെയ്യുന്നു. ഇതിനിടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകർക്കായി നടപ്പിലാക്കുന്ന 10,000 കർഷക ഉൽപാദക കമ്പനികൾ എന്ന പദ്ധതിയുടെ ഭാഗമായി ഓഹരി വിഹിതത്തിന്റെ വിതരണോദ്ഘാടനത്തിൽ തലസ്ഥാന ജില്ലയിലെ കർഷക കമ്പനികൾക്കും ആനുകൂല്യം ലഭിച്ചു. സിസയുടെ കീഴിൽ രൂപീകരിച്ച 6 കർഷക ഉൽപാദക കമ്പനികൾക്കായി 41.96 ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തത്. സിസയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച 6 കർഷക ഉൽപാദക കമ്പനികളിൽ 2098 ഓഹരി ഉടമകൾക്കായാണ് ഈ തുക ലഭിച്ചത്. പ്രധാനമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കർഷകരുമായി സംവദിച്ച സമയം തലസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രാദേശികമായി ഒത്തുചേർന്ന് വെർച്വൽ മീറ്റിൽ പങ്കെടുത്തു. കമ്പനികൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന ഓഹരി സഹായധനമാണ് ഈ തുക. കേന്ദ്ര SFAC കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ പുതുതായി അനുവദിച്ച 8 കർഷക ഉൽപാദക കമ്പനികളുടെ രൂപീകരണ പ്രവർത്തനങ്ങളും സിസയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നതായി സിസ ജനറൽ സെക്രട്ടറി ഡോക്ടർ C. സുരേഷ് അറിയിച്ചു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി 6 FPOകളെയാണ് ഒരു CBBO എന്ന രീതിയിൽ സിസ ഇന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ 6 FPOകളെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി 1-ാം തീയതി വളരെ ആഹ്ലാദകരമായ ഒരു ദിനമായിരുന്നു. അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അവരുടെ എല്ലാ അക്കൗണ്ടിലേക്ക് ഈ കമ്പനി അവർ ഫോം ചെയ്ത കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഇക്വിറ്റി ഗ്രാൻഡായിട്ട് ഏകദേശം 40 ലക്ഷത്തിലധികം രൂപ എത്തുകയുണ്ടായി. ഈ ഫാമർ പ്രൊഡ്യൂസർ കമ്പനികളെന്ന് പറയുന്ന സമയത്ത് ഇന്നൊരു വലിയൊരു വിപ്ലവം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തുള്ള 86% കർഷകരും ചെറുകിട കർഷകരാണ്. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് 96% ആൾക്കാരും ചെറുകിട കർഷകരാണ്. ചെറുകിട കർഷകരെന്ന് പറയുമ്പോൾ തന്നെ അവർ വിപണിയിൽ ഇടപെടാനോ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനോ ഏതെങ്കിലും രീതിയിൽ അവർ വരുമാനം വർദ്ധിപ്പിക്കാനോ ഒക്കെ ഒന്നും കഴിവില്ലാത്ത ഹതാശരായ ഒരു ജനവിഭാഗമായിട്ടാണ് നമുക്ക് ഈ കർഷകരെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കർഷകർക്ക് സഹായമല്ല കൊടുക്കുന്നത്, കർഷകർക്ക് അവരുടെ കമ്പനിയുടെ ഷെയറാണ് കൊടുക്കുന്നത്. ഷെയർ എമൗണ്ടാണ്, മൂലധനമാണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ കർഷകർ തന്നെ ആ കമ്പനി ചലിപ്പിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് കൂടുതൽ ഉൽപ്പാദനക്ഷമമായ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാനും അങ്ങനെ അവരെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഈ ഫാമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വളരെ വലിയ ഒരു സപ്പോർട്ടാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഈ ഒരു ഇക്വിറ്റി ഗ്രാൻഡ് ഏകദേശം 780 അംഗങ്ങൾക്കായിട്ട് 15 ലക്ഷം രൂപ ഓരോ ഫാമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് നൽകുന്നു. ഞങ്ങൾ 750 കർഷകരെ ചേർത്തുകൊണ്ട് ഈ കമ്പനി വിപുലീകരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ഞങ്ങൾ ഇത് കിട്ടിയ ഉടൻ തന്നെ ഞങ്ങളൊരു ഓഫീസും അതോടൊപ്പം തന്നെ ഇൻപുട്ട് സെൻറ്റർ, കർഷകർക്ക് ന്യായമായ വിലയ്ക്ക് ഹോൾസെയിൽ റേറ്റിൽ വിത്തും വളവും നൽകുന്നതിന് വേണ്ടിയുള്ളൊരു കേന്ദ്രം ആരംഭിക്കാൻ വേണ്ടി സ്ഥലമെടുത്തു. അതിൻ്റെ ലൈസൻസിങ് നടപടികളിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. തലസ്ഥാനത്തെ കർഷക കമ്പനികൾക്കും ആനുകൂല്യം ലഭിച്ചതോടെ സംസ്ഥാനവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. രാജ്യവികസനത്തിന് ലക്ഷദ്വീപിന്റെ വികസനം അനിവാര്യമാണെന്ന് രാജ്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ദ്വീപിന്റെ ഉന്നത വിദ്യാഭ്യാസ വികസനത്തിന് കരുത്തു പകർന്നുകൊണ്ട് 2 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്കും അദ്ദേഹം തന്റെ സന്ദർശന വേളയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. Once I can tell the people of the country, once you come to Lakshadweep, you will fall in love with the Lakshadweep. There is English saying, na, love at first sight. Love at first visit. I am amending it. People, really, I am very much impressed by the beauty of the island, by the duty of the people
So beauty, if the beauty and duty combine together, then you will become mighty. That is what is required. ഏറ്റവും വലിയ രഹസ്യമാണ് ലക്ഷദ്വീപ് സമൂഹങ്ങളെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു അഭിപ്രായപ്പെട്ടു. തങ്ങളുടെ തീരപരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപ് ഭരണകൂടം നടത്തുന്ന തുടർച്ചയായ പരിശ്രമങ്ങളെ ഉപരാഷ്ട്രപതി അഭിനന്ദിച്ചു. ലക്ഷദ്വീപിന്റെ ഈ മാതൃക പിന്തുടരാനും പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരം സ്വീകരിക്കാനും മറ്റ് വിനോദസഞ്ചാര മേഖലകളോട് ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു. തങ്ങളുടെ ദ്വീപുകൾ വൃത്തിയായി കാത്തുസൂക്ഷിക്കുന്ന ലക്ഷദ്വീപിലെ ജനതയെ അദ്ദേഹം അഭിനന്ദിച്ചു. മത്സ്യബന്ധന മേഖലയിൽ ലക്ഷദ്വീപിനുള്ള തുടർച്ചയായ പുരോഗതി ചൂണ്ടിക്കാട്ടവേ ലക്ഷദ്വീപ് ഭരണകൂടം ഈ മേഖലയ്ക്ക് തുടർച്ചയായി നൽകി വരുന്ന പിന്തുണയെ ഉപരാഷ്ട്രപതി അഭിനന്ദിച്ചു. മത്സ്യബന്ധന മേഖലയ്ക്ക് ഊർജം പകരുന്നതിനായി ഉത്തരവാദിത്വപൂർണമായ മത്സ്യബന്ധനം സാധ്യമാക്കുന്നതിന് സഹായിക്കുന്ന ഊർജ്ജമികവുള്ള മത്സ്യബന്ധന സംവിധാനങ്ങളുമായി മുന്നോട്ട് വരാൻ നമ്മുടെ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യവികസനത്തിന് ലക്ഷദ്വീപിന്റെ വികസനം അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു വ്യക്തമാക്കി. ലക്ഷദ്വീപിലെ കടമത്ത്, ആന്ത്രോത്ത് ദ്വീപുകളിൽ 2 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ ദ്വീപിലെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ പരിമിതികളെ മറികടക്കാൻ സഹായിക്കും. തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിച്ച് ഉന്നത ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടാൻ അവരെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന പോണ്ടിച്ചേരി സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഉപരാഷ്ട്രപതി നൈപുണ്യ വികസന സംബന്ധിയായ ഹ്രസ്വകാല കോഴ്സുകൾ കൂടി തുടങ്ങണമെന്നും പറഞ്ഞു. കോളേജുകളുടെ ഉദ്ഘാടനത്തിന് പുറമെ ബംഗാരം ദ്വീപിൽ പ്രതിദിനം 50,000 ലിറ്റർ ശേഷിയുള്ള RO പ്ലാന്റിന്റെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. ഇതിലൂടെ പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കിയിരിക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരം, സുസ്ഥിര മത്സ്യബന്ധനം എന്നിവയിൽ രാജ്യത്തിന് മാതൃകയായി മാറാൻ ദ്വീപ് സമൂഹങ്ങൾ ശ്രമിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ജൈവ വൈവിധ്യത്തെ അപകടത്തിലാക്കാതെ വേണം ഇത് സാധ്യമാക്കാൻ. മികച്ച ഗുണനിലവാരമുള്ള ഉൽപാദനം, മികച്ച മൂല്യവൽക്കരണം എന്നിവ ഉറപ്പാക്കണം. അതിനായി ലക്ഷദ്വീപിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഒരു ബ്രാൻഡ് നെയിം സൃഷ്ടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വലിയ തോതിലുള്ള കടൽപ്പായൽ കൃഷി, മത്സ്യബന്ധന മേഖലയെ ആധുനീകരിക്കാനുള്ള നടപടികൾ, രാസസംയുക്തങ്ങൾ ഉപയോഗിക്കാതെയുള്ള വെളിച്ചെണ്ണ, കയർ എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. തെങ്ങ് കയറ്റത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളടക്കമുള്ളവയും ചടങ്ങിൽ വിതരണം ചെയ്തു. രാജ്യത്തെ ഊർജ്ജ ഉപഭോഗത്തിൽ വലിയ രീതിയിൽ കാര്യക്ഷമത കൈവരിക്കാനും വീടുകളെ ഉജ്ജ്വലമയമാക്കാനും ഉതകുന്ന രീതിയിൽ ഉജാല യോജന LED പദ്ധതി വിപ്ലവം കൊണ്ടുവന്നിട്ട് 7 വർഷം തികയുന്നു. ഈ പദ്ധതിയുടെ വിജയകഥയിലൂടെ ഒന്ന് കണ്ണോടിക്കാം. അഫോർഡബിൾ LEDs ഫോർ ഓൾ അഥവാ ഉജാല പദ്ധതി പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് 2015 ജനുവരി 5-നായിരുന്നു. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഊർജ്ജ ഉപഭോഗത്തിലെ കാര്യക്ഷമത വഴി ഊർജ്ജ ചെലവും കാർബൺ ബഹിർഗമനവും കുറയ്ക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സബ്സിഡി രഹിത ഭവന ലൈറ്റിംഗ് പ്രോഗ്രാമായി അത് മാറി. 36.78 കോടി LED ബൾബുകളും ട്യൂബുകളുമാണ് ഇപ്രകാരം രാജ്യമെമ്പാടും വിതരണം ചെയ്യപ്പെട്ടത്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ പ്രകാശം കടന്നുവരിക മാത്രമല്ല, അവരുടെ ഊർജ്ജ ചെലവിലും നിർണായക ലാഭം നേടിക്കൊടുത്തു. ഒരു LED ബൾബിന്റെ വില 300 രൂപ മുതൽ 350 രൂപ വരെ ആയിരുന്നു 2014-ലെ നിലയെങ്കിൽ നിർണായകമായ നയതീരുമാനങ്ങളും ഉൽപാദനവും വഴി അത് 40 രൂപയ്ക്ക് താഴെ വരെ എത്തിക്കാൻ സാധിച്ചു. 4777 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് ഇപ്രകാരം പ്രതിവർഷം രാജ്യത്തിന് ലാഭിക്കാനായത്. പീക്ക് ഡിമാൻഡിൽ 9565 മെഗാവാട്ട് ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞു. കാർബൺ ബഹിർഗമനത്തിൽ 386 കോടി ടൺ കുറവ് വരുത്താനായി. ये छोटा सा दुधिया LED बल्ब जब नहीं था तो इसकी जरूरत अनुभव होती थी, लेकिन उस समय कीमत पहुंच से बाहर थी, बिकता भी नहीं था, लोग खरीदते भी नहीं थे, बनाने वाले भी आगे नहीं आते थे. तो 6 साल में क्या हुआ? कौन सा बदलाव आया? LED बल्ब की कीमत उस समय जो थी उससे आज 10 गुना घट गई है. यानी अगर उस समय 400 रुपया थी तो आज 40 रुपया हो गई. अगर 300 थी तो 30 रुपया हो गई. अनेक कंपनियों के बल्ब, इसके बीच में मैन्युफैक्चरर्स में स्पर्धा हो गई, बल्ब बाजार में आ गए, दाम घटते गए और जो काम पहले
100-200 वाट के बल्ब करते थे, वो अब 9 या 10 वाट के बल्ब करने लगे हैं। എല്ലാ സംസ്ഥാനങ്ങളും ഈ പദ്ധതിയെ സർവാത്മന സ്വാഗതം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തു. ഭവനതലത്തിലെ വൈദ്യുതി ബില്ലിൽ കാര്യമായ കുറവിനു പുറമെ ജീവിത നിലവാരവും മെച്ചപ്പെട്ടു. ഈ പദ്ധതിയുടെ മുഖമുദ്ര കേവലം LED ബൾബിന്റെ വിതരണത്തിൽ മാത്രമല്ല, നടപടിക്രമത്തിലെ സുതാര്യതയും പ്രൊക്യൂർമെന്റിൽ കടന്നുവന്ന ആരോഗ്യകരമായ മത്സരവും വിപണി ഇടപെടലുമായിരുന്നു. LED ഉൽപാദനത്തിൽ രാജ്യത്ത് കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ കടന്നുവന്നു. ഉൽപ്പന്നങ്ങളുടെ നിലവാരം വളരെയധികം മെച്ചപ്പെട്ടു. ഉപഭോക്താവിന് കൂടുതൽ വൈവിധ്യകരമായ LED ഉൽപ്പന്നങ്ങൾ ലഭ്യമായി. സർവോപരി LEDകളുടെ വിലയിൽ ഏതാണ്ട് 85% കുറവാണ് ഈ നടപടികൾ വഴിയുണ്ടായത്. ഉജാല പദ്ധതിയുടെ മുഖ്യ സവിശേഷതയായി മാറുകയായിരുന്നു സുതാര്യതയും നടത്തിപ്പിലെ കാര്യക്ഷമതയും. തദ്ദേശ ഉൽപാദനത്തിലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വമ്പൻ കുതിപ്പാണ് LED രംഗത്തുണ്ടായത്. പ്രതിമാസം കേവലം 1 ലക്ഷം എന്നതിൽ നിന്ന് 4 കോടി എന്ന നിലയിലേക്കാണ് LED ഉൽപാദനം രാജ്യത്ത് വർദ്ധിച്ചത്. ഉജാല പദ്ധതി വഴി നടന്ന വൻതോതിലുള്ള വാങ്ങൽ മൂലം കമ്പനികൾക്ക് അവരുടെ ഉൽപാദന കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അതുവഴി ഏതാണ്ട് 90% വിലക്കുറവിൽ വിൽക്കാനും സാധിച്ചു. രാജ്യത്തെ മുൻനിര മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു ഈ പദ്ധതിയുടെ നടത്തിപ്പിലെ നൂതന തത്വങ്ങളും കാര്യക്ഷമതയും. ലീഡർഷിപ്പ് കേസ് സ്റ്റഡികളുടെ കൂട്ടത്തിലേക്ക് അങ്ങനെ ഉജാല പദ്ധതിയും ഉൾപ്പെടുന്നു. എന്ന് മാത്രമല്ല, ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ പാഠ്യക്രമത്തിൽ പോലും സ്ഥാനം പിടിക്കാൻ സാധ്യതയുള്ള ഒന്നായി ഉജാല പദ്ധതി മാറി. ഉജ്ജ്വലമായ നേതൃത്വത്തിന്റെ കീഴിൽ നിശ്ചിതമായ ലക്ഷ്യങ്ങൾക്ക് രൂപം കൊടുത്ത് അവ കൈവരിച്ചു മുന്നേറുന്ന നവഭാരതത്തിന്റെ നേർരേഖയായി മാറുന്നു ഈ പദ്ധതിയും. അമൃത ഭാരതത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ലക്കത്തിൽ. നമസ്കാരം.